ഹായ് ഹലോ. സോ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചെറിയ വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. പ്രമേഹം ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു അസുഖമാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന കണ്ടീഷൻ. നമുക്ക് എന്താണ് ഇന്നത്തെ കാലത്തൊക്കെ നിനക്ക് ഷുഗർ ഉണ്ടോടാ എന്ന് ചോദിച്ചാൽ എനിക്ക് ഷുഗർ ഉണ്ട്, സിമ്പിളായിട്ടുള്ള ആൻസർ അല്ലേ? പക്ഷേ അത്രത്തോളം നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളല്ല ഈ ഷുഗർ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കൺട്രോൾ ചെയ്തു പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്താണ്. നിങ്ങളുടെ ബോഡി ഓർഗൻസിന് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കണ്ണിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ണിലെ ഞരമ്പുകളെ ബാധിച്ച് നിങ്ങളുടെ കാഴ്ച തന്നെ ഇല്ലാതായേക്കാം. നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ കിഡ്നിയെ ബാധിക്കുന്നുണ്ട്. ഒരു 100 കിഡ്നി പേഷ്യൻസിന് എടുത്തു കഴിഞ്ഞാൽ 90% ആളുകളും ഡയബറ്റിക് ആയിരിക്കും. ഡയാലിസിസിൻ്റെ സഹായത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും പലരും. സോ ഈ ഷുഗർ എന്ന് പറയുന്നത് അത്ര ചെറിയ സംഭവമല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഭക്ഷണ രീതികളിലൂടെയും പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ, ഇൻസുലിൻ ഇതെല്ലാം കൂടെ കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കുക. ഒരു ഷുഗറുള്ള ആളാണെങ്കിൽ പ്രോപ്പറായിട്ട് പറയുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കുക. അവർ പറയുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. പറയുന്ന ടാബ്ലറ്റ്സ് കറക്റ്റ് ടൈമിൽ എടുക്കുക. ഇൻസുലിനാണെങ്കിൽ ഇൻസുലിൻ കറക്റ്റ് ടൈമിൽ എടുക്കുക. മാക്സിമം ഇതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതേപോലെ ഭക്ഷണം നിയന്ത്രിച്ചു കൊണ്ടുപോവുക. ഈ അന്നജം, അതായത് അരി കൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. പൂർണ്ണമായിട്ടും നമുക്ക് ചിലപ്പോൾ നിർത്താൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ കൺട്രോൾ ചെയ്യുക, കുറയ്ക്കുക. 3 നേരം ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ അത് 1 നേരമാക്കി മാറ്റുക. അതേപോലെ ഈ കപ്പ പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, ഇതും ഷുഗർ കൂട്ടുന്നതാണ്. അപ്പം ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്ത് പോവുക. ഓക്കെ, ഇതെല്ലാം വഴി നമുക്ക് ഷുഗറിന് ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ നിങ്ങൾ പാദരക്ഷ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ചെരുപ്പിടാതെ പുറത്ത് പോവരുത്. ചിലപ്പം ചെരുപ്പിടാതെ ജസ്റ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരിക്കും, ചെറിയൊരു മുറിവേ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഒരു കല്ല് തട്ടി, ചെറിയ കല്ല് തട്ടി, ചെറിയൊരു മുറിവ്. നിങ്ങൾ ചെറുതല്ലേ വിചാരിച്ച് ഇഗ്നോർ ചെയ്തു. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ആ മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത് വലുതായിട്ടുണ്ടാവും. അങ്ങനെ വലുതായ മുറിവ് കാരണം ചിലപ്പം ആ വിരൽ വരെ മുറിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഫിംഗർ ആംബ്യൂട്ടേഷൻ, ഫുട്ട് ആംബ്യൂട്ടേഷൻ വരെ പോയേക്കാം. നമ്മൾ കുറേ കേസ് അങ്ങനെ കാണുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇതാണ് സത്യാവസ്ഥ. സോ ഈ ഷുഗർ എന്ന് പറയുന്നത് അത്ര ചെറിയ ആളല്ല. പേരിൽ മാത്രമേ ചെറിയ ആളായിട്ട് നമുക്ക് തോന്നുള്ളൂ. ആള് വലുതാണ്. അതേപോലെ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ കുറയും, അത് ഇതിലും വലിയ പ്രശ്നമാവും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് പോവാം. താങ്ക് യു.